ഹലോ ഗൈസ്, CSEB എക്സാം ഫോക്കസിൻ്റെ CSEB ഡെയിലി MCQ1 എല്ലാവർക്കും സ്വാഗതം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. എന്താണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്? അപ്പം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള സഹകരണ സംഘ നിയമം നിലവിൽ വന്ന വർഷം, അതായത് നമ്മുടെ KCS ആക്ട് ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1956, 1969, 1972, 1985. നമുക്കെല്ലാവർക്കും അറിയാം ഏത് വർഷമാണ്. 1969 നമ്മുടെ KCS ആക്ട് നിലവിൽ വരുന്നത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള സഹകരണ സംഘ നിയമം ഏത് നമ്പർ ആക്ട് ആണ്? അതായത് KCS ആക്ട് നിലവിൽ വന്നത് 1969 പറഞ്ഞു. ഇത് ആക്ട് നമ്പർ എത്രയാണ് എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആക്ട് നമ്പർ 12, ആക്ട് നമ്പർ 21, ആക്ട് നമ്പർ 15, ആക്ട് നമ്പർ 8. ആക്ട് നമ്പർ 21 ഓഫ് 1969 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. ഒരു സഹകരണ സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്താനുള്ള അധികാരം ആർക്കാണ്? അതായത് പുതുതായിട്ടൊരു സഹകരണ സംഘം ഫോം ചെയ്യുന്നു. അപ്പം അത് ഇപ്പം ഏത് സ്ഥാപനമാണെങ്കിലും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പം ഒരു കോപ്പറേറ്റീവ് സഹകരണം ആകുമ്പോൾ അത് ആരാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്? ഓപ്ഷൻ സി, രജിസ്ട്രാറാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഒരു സഹകരണ സംഘത്തിൻ്റെ ഉപനിയമങ്ങൾ അംഗീകരിക്കുന്ന അധികാരി ആരാണ് എന്നാണ് ചോദ്യം. അതായത് ജനറൽ ബോഡിയാണോ, അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആണോ, രജിസ്ട്രാർ ആണോ, സെക്രട്ടറി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? അതും ആര് തന്നെയാണ്? രജിസ്ട്രാർ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സഹകരണ സംഘയുടെ മേൽനോട്ടവും നിയന്ത്രണവും വഹിക്കുന്ന പ്രധാന അധികാരി ആരാണ്? അപ്പം സഹകരണ സ്ഥാപനത്തെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സഹകരണ സംഘങ്ങളുടെ കൺട്രോൾ ആരിലാണ്? രജിസ്ട്രാറിലാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജില്ലാ കളക്ടറാണോ? അല്ല. തഹസിൽദാർ ആണോ? അല്ല. പഞ്ചായത്ത് സെക്രട്ടറി ആണോ? അല്ല. ആര് തന്നെയാണ്? രജിസ്ട്രാർ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.